أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. സൂറത്തുർ റഹ്മാനാണ് പാരായണം ചെയ്യുന്നത്. നാം നിത്യവും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുർ റഹ്മാൻ. വിശുദ്ധ ഖുർആൻ്റെ മണവാളൻ അല്ലെങ്കിൽ മണവാട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. നമുക്കൊക്കെ സുപരിചിതമായ ഒരു സൂറത്തും കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെയധികം ശ്രദ്ധിക്കുക. അർ-റഹ്മാൻ അവിടെ വഖഫ് ചെയ്യുമ്പോൾ മാ എന്നുള്ളത് നീട്ടണം അല്ലേ? മദ് ആരിൽ വരുന്നുണ്ട്. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ ഇൻസാൻ ഇഖ്ഫ. അശ്ശംസു അലിഫ് ലാമു വന്നു, ഹംസക്ക് ഫത്ഹ് കൊടുക്കുക, ആ എന്ന് പറയുക. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ വവളഅൽ മീസാൻ വസ്സമാഅ റഫഅഹാ മദ് മുത്തസിൽ والسماء رفعها ووضع الميزان ألا تطغوا في الميزان ألا تطغوا തൊണ്ടയുടെ മേലേ ഭാഗത്തുനിന്ന് ഹൽക്കിൻ്റെ മേലേ ഭാഗത്തുനിന്ന് വരണം. ألا تطغوا في الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام والأرض وضعها للأنام فيها فاكهة والنخل فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان والحب ذو العصف ذو എന്ന് പറയാൻ പാടില്ല. ദുൽ അസ്ഫി വറയ്ഹാൻ ഹ فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار. ഈ ആയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. وخلق الجان അവിടെ എന്തൊരു മദ് ലാസിമ വരുന്നുണ്ട് അല്ലേ? وخلق الجان من مارج من نار. അവിടെ ഇദ്ഗാമും ബിഗുന്ന നൂനിൻ്റെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം
അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യാ ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക മണിക്കുക. മിമ്മ കൂട്ടി യോജിച്ചു, നൂനിനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു മണിക്ക എന്ന് പറയാം. മിമ്മരിജിമ്മി അല്ലേ, തൻവീനേശം മീമ വന്നു, അപ്പോഴും ഇദ്ഗാമും ബിഗുന്ന. മിമ്മരിജിമ്മിന്നാർ നാർ മദ് ആരിദ്, അതിന് മുമ്പ് മിൻ നാർ എന്നുള്ള ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുക മണിക്കുക. മിൻ അപ്പോൾ ഒറ്റ നൂനായിട്ട് ഉച്ചരിക്കും എന്നർത്ഥം. മിൻ നാർ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ. അവിടെ വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂന് വന്നു, തൊട്ട് മുമ്പുള്ള അക്ഷരം യാന് സുക്കൂന്. ഇങ്ങനെയുള്ള സ്ഥലത്ത് അവസാനം സുക്കൂന് ചെയ്യുകയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ഓ വാവോ ആ യാനും വാവിനും സുക്കൂനാവുകയും ചെയ്താൽ മദ് ലീന് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മറജൽ ബഹ്റൈനി യൽതഖിയാൻ مرج البحرين يلتقيان بينهما برزخ لا يبغيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان. مرج البحرين يلتقيان بينهما برزخ لا يبغيان. തൻവീനേശം ലാം വന്നു. തൻവീനേശം ലാമോ റാഓ വന്നാൽ ഇദ്ഗാം ബിലാവുന്ന കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. ബർസഖുൽ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن كل يوم തൻവീനേശം ഹാ വന്നു, ഇൽഹാ ചെയ്യണം. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم
يا معشر الجن والإنس إخفاء والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان 39-ാമത്തെ ആയത്ത് فيومئذ لا يسأل عن ذنبه إنس ولا جان إخفاء ذنبه ഇഖ്ലാബ് നൂനിനെ മറിച്ച് മീമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇഖ്ഫായി മാറി عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن مد عارض حميم തൻവീന് ശേഷം ഹംസ ഒന്ന് ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. ഹമീമിൻ ആൻ ആ അടിയിൽ നിന്ന് വരണം, ഹൽക്കിൻ്റെ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരണം. فبأي آلاء ربكما تكذبان ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذواتا أفنان مد منفصل فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان فبأي آلاء ربكما تكذبان
മുത്തകിഈന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. മുത്തകിഈന അലാ ഫുറുശിൻ തൻവീൻ്റെ ശേഷം ബാ വന്നു, ഇഖ്ലാബ് ചെയ്യണം. തൻവീനിൻ്റെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക. ഫുറുശിൻ ബതാഇനുഹാ മദ് മുത്തസിൽ. മുത്തകിഈന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. മിൻ ഇസ്തബ്റഖ് ഈ എന്ന് വെളിവാക്കി പറയണം. മിൻ ഇസ്തബ്റഖ്. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ മിൻ ഇസ്തബ്റഖിൻ വജനൽ ജന്നതൈനി ദാൻ فبأي آلاء ربكما تكذبان فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان. لم يطمثهن إنس إخفاء. ഇൻസും ഖബ്ലഹും രണ്ട് സ്ഥലത്ത് ഇഖ്ഫ ഉണ്ട്. ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും സുക്കുള്ള നൂൻ്റെ ശേഷം സീൻ വന്നു. ആ സീനിനുള്ള തൻവീൻ്റെ ശേഷം ഖാഫ് വന്നു. അവിടെയൊക്കെ ഇഖ്ഫ ചെയ്യണം. വല ജാൻ അവിടെ ജാന്നുൻ എന്നാണുള്ളത്. ഷദ്ദുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ നൂനിന് സുക്കൂനാക്കി കൊടുത്താൽ മാത്രം മതി, അവിടെ ഷദ്ദ് ഒഴിവാകും. അപ്പോൾ നൂനിന് സുക്കൂനാകുമ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് മദ് ആരിൽ വരും. വല ജാൻ അല്ലേ, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ എന്താണ് അവിടെ വഖഫ് ചെയ്തല്ലേ. വഖഫ് ചെയ്തപ്പോൾ അവിടെ എന്തായി, നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായി വന്നു എന്നുള്ളതാണ്. فيهن قاصرات الطرف لم يطمثهن إنس قبلهم. لم يطمثهن إنس قبلهم ولا جان. فبأي آلاء ربكما تكذبان. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ മദ് ലാസിമ വരാ അല്ലേ. ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാന്നും ഫബിഐ ولا جان فبأي آلاء ربكما تكذبان. അവിടെ തൻവീൻ്റെ ശേഷം ഫ വന്നു. നേരെ കൂട്ടി ഓതുകയാണെങ്കിൽ ഇഖ്ഫ വരും. അതിന് മുമ്പ് അവിടെ ഷദ് ഉണ്ടാകും. ആ ഷദ് മദ്ദക്ഷരത്തിന് ശേഷം ഷദ് വന്നാൽ പിന്നെന്ത് ചെയ്യും, അവിടെ മദ് ലാസിമി വരും. അപ്പം ഇങ്ങനെ ഓതുക. ولا جان فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان فبأي آلاء ربكما تكذبان ومن دونهما جنتان فبأي آلاء ربكما تكذبان
മുദ്ഹാമ്മതാൻ മുദ്ഹാമ്മതാൻ. മുദ്ഹാ മദ്ദക്ഷരത്തിന് ശേഷം ശബ്ദ വന്നു, മദ് ലാസിമ വരുന്നു. മുദ്ഹാമ്മതാൻ. فبأي آلاء ربكما تكذبان فيهما عينان نضاختان فيهما عينان نضاختان فبأي آلاء ربكما تكذبان فيهما فاكهة ونخل ورمان فبأي آلاء ربكما تكذبان فيهن خيرات حسان فيهن خيرات حسان ഹി ലാ തൻവീൻ്റെ ശേഷം ഹ ഒന്ന് ഇദ്ഹാർ ചെയ്യണം. ഖൈറാത്തുൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان متكئين على رفرف خضر وأبقري حسان. ഇദ്ഹാറിൻ്റെ ഇദ്ഗാമും ബിഗുന്നയുണ്ട്. മുത്തകിഈന അലാ റഫ്റഫിൻ ഖുദ്രിൻ വഅബ്ഖരിയ്യിൻ ഹിസാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ تبارك اسم ربك ذي الجلال والإكرام تبارك اسم ربك ذي الجلال والإكرام. സൂറത്തുർ റഹ്മാൻ 78 ആയത്ത് അത് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് സൂറത്തുൽ വാഖിഅ നാം നിത്യവും പാരായണം ചെയ്യേണ്ട മറ്റൊരു സൂറത്തും കൂടിയാണ്. നമ്മളൊക്കെ പാരായണം ചെയ്യാറുണ്ട്. അല്ലാഹു തആല ഒക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രണ്ട് സൂറത്തുകളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്, സൂറത്തുർ റഹ്മാനും സൂറത്തുൽ വാഖിഅയും. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനയും അതിനോടനുബന്ധിച്ച സൂറത്തുകളാണ് ഒന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖത്മ് തീർക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, പരമാവധി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി ക്ലാസ്സുകൾ കേൾക്കുക, മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക, അതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. അതിലേക്ക് നോക്കുകയും ഈ ശബ്ദം കേൾക്കുകയും ചെയ്യുക. ഇനി മുസാഫ് കയ്യിലില്ലാത്ത ആളുകൾ മൊബൈലിലേക്ക് നോക്കുക, അതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിനും നമുക്ക് നമ്മുടെ ജോലിൻ്റെ മറ്റുള്ള തിരക്കുകൾ കാരണമായിട്ട് അല്ലെങ്കിൽ കേൾക്കുക മാത്രമാണെങ്കിൽ മൊബൈൽ ഒരു നല്ലൊരു ഭാഗത്തൊരു സ്ഥലത്ത് വെക്കുക, കേൾക്കാൻ പറ്റിയ രൂപത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് കേൾക്കുക. കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സൂറത്തുൽ വാഖിഅ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് വീട്ടിലൊക്കെ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും ഒക്കെ ഉണ്ടാകാൻ ഈ ഒരു സൂറത്ത് കാരണമാകുമെന്ന് പഠിപ്പിച്ച ആ ഒരു വലിയ മഹത്തായ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ
ലൈസ ലിവഖഅതിഹാ കാദിബ. ഈ രണ്ടായത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദാ വഖഅത്തിൽ വാഖിയ, വഖഅത്തിൽ വാഖിയ. വഖഫ് ചെയ്തപ്പോൾ ഹാത്ത ആണ്, വാഖിയ എന്നുള്ളൊരു സൗണ്ട് കൊടുക്കണം. അടുത്ത രണ്ടാമത്തെ ആയത്ത് ലൈസ ലിവഖഅതിഹാ വഖ്. ഇവിടെ ഖാഫിന് സുക്കൂനാണ്. നേരത്തെയുള്ള ഖാഫിന് ഫത്ഹാണ്. രണ്ട് സ്ഥലത്തും ഫത്ഹായിട്ട് ഓതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും സുക്കൂനായിട്ട് ഓതാൻ സാധ്യതയുണ്ട്. അത് രണ്ടും ശ്രദ്ധിക്കുക. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ. തൻവീനശം റാ വന്നു, ഇദ്ഗാമും ബിലാ ഗുന്ന. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ. തൻവീനാണുള്ളത്. അവിടെയൊക്കെ വഖഫ് ചെയ്യുമ്പം റജ്ജ ബസ്സ ഫകാനത് ഹബാഅം മുംബസ്സാ. ഫകാനത് ഹബാഅ, ഫകാനത് ഹബാഅ. തൻവീൻ്റെ ശേഷം തൻവീനിൻ്റെ അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ഹബാഅ ഒരു അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ അലിഫ് ഉണ്ടാവില്ല, തൻവീനുള്ളൂ. ഹംസയാണെങ്കിൽ വഖഫ് ചെയ്യേണ്ടത് ആ എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഫകാനത് ഹബാഅം മുംബസ്സാ. ഹബാ മദ് മുത്തസിലാണ്. ഹംസക്ക് തൻവീനാണ്. തൻവീന് ശേഷം മീം വന്നു, നൗമി നൂന് വാവ് മീമ് യാ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. അതിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നു, ഇഖ്ലാബ് നൂനിനെ മാറ്റി മീമാക്കുക. മുംബസ്സാ വകുന്തും അസ്വാജൻ സലാസ. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇഖ്ഫായിനും ഇൽഹാർ ഇദ്ഗാമും ബിഗുന്ന ഇദാമും ബിലാവുന്ന ഇഖ്ലാബ് തുടങ്ങിയ സാക്കിനായ നൂനിൻ്റെ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷമുള്ള നിയമങ്ങളും അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങളൊക്കെ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പരമാവധി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. വകുന്തും അസ്വാജൻ സലാസ ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين وقليل من الآخرين على سرر موضونة على سرر آية تفخيم رندام ترقيق على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين إظهار جنو كأمثال اللؤلؤ المكنون كأمثال اللؤلؤ المكنون
جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما إخفاء قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وطلح منضود منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء പ്രത്യേകം ശ്രദ്ധിക്കുക إنا أنشأناهن إنشاء അവിടെ മദ് മുത്തസിലുണ്ട് വഖഫ് ചെയ്തുമ്പോൾ ഹംസക്ക് ഒരു അലിഫ് കൊടുത്തിട്ട് വഖഫ് ചെയ്യണം തെൻവീനാണ് തെൻവീൻ ഹംസ ആകുമ്പോൾ ഒരു അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത് എന്നർത്ഥം അബ്കാറ എന്ന് വഖഫ് ചെയ്തല്ലോ അതേപോലെ എന്ത് ചെയ്യണം ഇൻഷാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് അറിയാതെ നമ്മിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മൾ ഓതും അത് ഏതെങ്കിലും രൂപത്തിലായിരിക്കും ഓതുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ മദ് മുത്തസിലുണ്ട് ഹംസക്ക് ഒരു അലിഫ് കൊടുത്തിട്ട് വഖഫ് ചെയ്യണം فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون أيها الضالون المكذبون مد لازمان لآكلون من شجر من زقوم فمالئون منها البطون നമ്മൾ സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തായതുകൊണ്ട് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് പിഴവ് സംഭവിക്കുന്ന ഏതെങ്കിലും
അല്ലെങ്കിൽ ഇതുവരെ ഓതിയതിൽ പിഴവ് സംഭവിച്ച ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്, പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അവിടെ പ്രത്യേകമായിട്ട് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യമെങ്കിലും ആ ഒരു വാക്ക്, ഉദാഹരണത്തിന് ല അക്കിലൂന എന്നൊക്കെ ചിലപ്പോൾ വായിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ല ആക്കിലൂന എന്ന് ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് അത് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ ഓതുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിയറാക്കി വരുന്ന രൂപത്തിലേക്ക് മാറ്റി വരണം. അതിങ്ങനെ കേട്ടുപോയതിന് മാത്രം കാര്യമില്ല, നമ്മുടെ ഓത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം ഫമാലിഊന മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം فشاربون شرب الهيم هذا نزلهم എന്നല്ല നൂസുലുഹും പ്രത്യേകം ശ്രദ്ധിക്കുക. നുസ് എന്നാകാൻ സാധ്യതയുണ്ട്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون أأنتم تزرعونه أم نحن الزارعون ഹു എന്നത് നീട്ടണം മദ്ദ് മുൻഫസിലാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നു എന്നുള്ളതാണ്. അഅൻതും തസ്റഊനഹു അം നഹ്നു الزارعون ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقبين تذكرة وإدغام بغنى ومتاعا للمقبين ومتاعا إدغام بلا غنى فسبح باسم ربك العظيم فسبح باسم ربك العظيم
فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. ഇദ്ഹാർ ചെയ്തതിനു ശേഷം വാവ് പറയണം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മീമിന് സുക്കൂൻ കൊടുത്തതിന് ശേഷം വാവ് പറയാം. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم. ഒന്നുകൂടി. فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതിയതും കേട്ടതും അല്ലാഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതിയതിനും കേട്ടതിനൊക്കെ ഓരോ ഹർഫിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുർ റഹ്മാനും സൂറത്തുൽ വാഖിയയുമാണ് ഓതിയിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാന് വരാൻ പോകുന്ന രാവ് വലിയ മഹത്തായ, വരാൻ പോകുന്ന 25-ൻ്റെ രാവ്, അതുപോലെ തന്നെ മറ്റുള്ള രാവുകളൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒക്കെ പഠിപ്പിച്ച, പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന രാവിന് ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമയത്ത് അന്ന് 25-ൻ്റെ രാവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രാവിന് ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളൊക്കെ ലൈലത്തുൽ ഖദ്റൊക്കെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്ന മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ച ആ ഒരു രാവും കൂടിയാണ് 25-ൻ്റെ രാവ്. മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ലൈലത്തുൽ ഖദ്ർ
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. സൂറത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് 3 പ്രാവശ്യമാണ് ആവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ അതിൽ 9 അക്ഷരങ്ങളാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് 3 × 9 27. ഈ കാരണം കൊണ്ട് മഹത്തുക്കൾ പറയുന്നു വിശുദ്ധ ഖുർആൻ്റെ ഒരു സിറാണ് ഈ സിറ്. അത് ലൈലത്തുൽ ഖദ്ർ 27 മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പല നിലക്കും അഭിപ്രായങ്ങളൊക്കെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഗ്‌രിബോടുകൂടെ വെള്ളിയാഴ്ച രാവിലേക്ക് കടക്കുകയാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ 27 രാവിലേക്ക് കടക്കുകയാണ്. വിലയേറിയ ദുആകളിൽ എന്നെയും കുടുംബത്തേക്ക് നിങ്ങൾ ഓർക്കണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് റാഹത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനെ റബ്ബെ, ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവിധ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകളിൽ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ, മക്കളിൽ, ഞങ്ങളെ ആരോഗ്യത്തിൽ, ഞങ്ങളെ മാതാപിതാക്കളിൽ, ഭാര്യ ഭർത്താക്കന്മാരിൽ റഹ്മാനെ റബ്ബെ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ എല്ലാവരിലും എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവിധ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ റഹ്മാനെ. ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങളൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട്, നിൻ്റെ കലാം ഞങ്ങൾ ഓതിയിട്ടുണ്ട്. ഈ കലാമിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട്, ഈ വിശുദ്ധ ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഒരിടത്തും ഞങ്ങളെ നീ പ്രയാസപ്പെടുത്താതെ വിജയിക്കുന്നവരെ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ റബ്ബെ. ഞങ്ങളെയും പറയപ്പെട്ടവരൊക്കെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളെ മക്കളെയും നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണ റഹ്മാനെ. ദീനിലും ദുനിയാവിലും ആഖിറത്തിലും നാട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽവാസികൾക്കും എല്ലാ ആളുകൾക്കും ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ നീ വളർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ധാരാളം ദീനീയ സേവനങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ്, ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇബാദത്തിലായി കൊണ്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ധാരാളം കാലം ആഫിയത്തോടുകൂടെ ഇബാദത്തിലായി കൊണ്ട് കഴിഞ്ഞുകൂടാനുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ട്, അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്, സ്ഥിരമായി ക്ലാസ് കേൾക്കുന്നവരാണ്, സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് റഹ്മാനെ റബ്ബെ. നല്ല ഇഖ്ലാസുള്ള ആളുകളാണ്. അവരൊക്കെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. എൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ആവേശത്തോടുകൂടെ അവർ ചോദിക്കുകയാണ് റഹ്മാനെ റബ്ബെ. ആ ഒരു ആവേശം നീ എന്നും നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾക്കും അവർക്ക് നീ നൽകണേ റഹ്മാനെ. നല്ല ഇഖ്ലാസ്, നല്ല ഈമാനിക ആവേശം നീ നൽകണേ റഹ്മാനെ റബ്ബെ. നിൻ്റെ വിശുദ്ധ ഖുർആനിനോടുള്ള ആ ഒരു മഹബത്താണ് അവരുടെ ഖൽബിൽ, ഞങ്ങളുടെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ച് നൽകണേ റഹ്മാനെ. നിനക്ക് ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാവിലൊന്ന് കാണാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടുത്തെ ചാര എന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. പറഞ്ഞവർക്ക് ഇനിയും പറയാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ റബ്ബേ. അതിനൊക്കെയുള്ള സാമ്പത്തിക ശേഷി നീ എല്ലാ നിലക്കും നീ തുറന്നു നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ വഴികളും നീ തുറന്നു നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ പലരും ഹജ്ജിന് ഉംറക്കൊക്കെ പോകാൻ ഈ വർഷം തന്നെ തീരുമാനമെടുത്തവരുണ്ട്. ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റഹ്മാനെ റബ്ബേ. ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ പോകാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അതിനൊക്കെയുള്ള എല്ലാവിധ വഴികളും നീ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു കൊടുത്ത് അവർക്ക് പോകാനുള്ള നല്ല മാർഗ്ഗങ്ങൾ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
അവിടുത്തെ റൗള ഷരീഫൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വലിയ ഭാഗ്യം കിട്ടണം റഹ്മാനെ റബ്ബേ. ആ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം നീ നൽകണം റഹ്മാനെ. ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ നിന്ന് സ്വലാത്തും സലാമും ഒക്കെ പറയുന്നവരാണ് റഹ്മാനെ റബ്ബേ. അവിടെ ചാരത്ത് നിന്നുകൊണ്ട് തന്നെ പറയാനുള്ള സൗഭാഗ്യം നീ നൽകണം റഹ്മാനെ. അതിനുള്ള സൗഭാഗ്യം നീ നൽകണം റഹ്മാനെ. അതിനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ, റമളാൻ കൊണ്ടും ലൈലത്തുൽ ഖദ്ർ കൊണ്ടും വിജയിക്കുന്നവരെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിൻ്റെ യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈ പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 ഈ റമളാൻ തന്നെ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ് റഹ്മാനെ റബ്ബേ. ഇത്ഖും മിനന്നാറിലാണ്. ഞങ്ങൾക്കിനി ഇത്ഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും പറയപ്പെട്ടവർക്ക് നീ ഇത്ഖ് നൽകണേ അല്ലാഹ്. നീ ഇത്ഖ് നൽകണേ റഹ്മാനെ. നിൻ്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിൻ്റെ മർഹമത്ത് ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്നും മൗത്തായവർക്കും നീ നൽകണേ റഹ്മാനെ. നിൻ്റെ റഹ്മത്തിൻ്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നിൻ്റെ റഹ്മത്തോടുകൂടി നാളെ സുഖലോക സ്വർഗത്തിലൊക്കെ ഒരുമിച്ച് കൂടാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടാനുള്ള ആ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം നീ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമളാനിൽ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെ ഇനി ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെയും അവരെ ഇനി ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇനിയുള്ള സമയങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ഹയാത്താക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأقربائنا وأوصيائنا وتلاميذنا وشركائنا وأزواجنا من الديون والمظالم والفتن والنار. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.